ചേർത്തല തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം ആലപ്പുഴയിലെത്തി. ചേർത്തലയിലെ ഗൃഹോപകരണ സ്ഥാപനത്തിലാണ് തെളിവെടുപ്പ്. ഇത് രണ്ടാം തവണയാണ് സെബാസ്റ്റ്യനെ ആലപ്പുഴയിൽ എത്തിച്ച് തെളിവെടുക്കുന്നത്. ജൈനമ്മ കൊലക്കേസിൽ കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. ചേർത്തല തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് ചേർത്തലയിലാണ്. ഗൃഹോപകരണ സ്ഥാപനത്തിലുള്ള തെളിവെടുപ്പ്, അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രണ്ടാം തവണയാണ് സെബാസ്റ്റ്യനെ ആലപ്പുഴയിൽ എത്തിച്ച് തെളിവെടുക്കുന്നത്. വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യനെ വിട്ടിരുന്നു. ടോബി, തുടരൂ. അല്പസമയം മുമ്പാണ് ചേർത്തലയിലുള്ള മനോരമ ജംഗ്ഷനിലുള്ള ഒരു സ്ഥാപനത്തിൽ, അത് ഹോം അപ്ലയൻസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്, അവിടെ എത്തി ഈ തെളിവെടുപ്പ് നടത്തുന്നത്. ഇവിടെ നിന്നും ഒരു ഫ്രിഡ്ജോ മറ്റോ ഈ സെബാസ്റ്റ്യൻ വാങ്ങിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് എപ്പോഴാണ്, ഇത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിയതെല്ലാം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിരിക്കുന്നു. അകത്ത് സെബാസ്റ്റ്യനെ അകത്ത് കയറ്റി അവിടെയുള്ള സ്റ്റാഫിനോട് ഇയാളെ തിരിച്ചറിയുമോ എന്ന കാര്യങ്ങളടക്കം ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുൻപ് ഇവിടെ എത്തി ഈ കടയിൽ നിന്നും, ഈ ഷോപ്പിൽ നിന്നും എന്തോ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് വേണ്ടി, മറ്റെന്തെങ്കിലും പാരിതോഷികമായി വല്ലതും നൽകിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ചേർത്തല തിരോധാന കേസ് പ്രതി സെബാസ്റ്റ്യനെ ചേർത്തലയിൽ എത്തിച്ചിപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ഗൃഹോപകരണ സ്ഥാപനത്തിലാണ് തെളിവെടുപ്പ്.